അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമികളെ. നമ്മൾ ഈ ചാനലിൽ കൂടി എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരമാണ് നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു തആല സന്തോഷത്തിലാക്കി തരട്ടെ ആമീൻ. ഇതുപോലുള്ള മരണവാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടെങ്കിലും പക്ഷേ ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ നമ്മൾ ഒരുപാട് താമസിച്ചു പോകാറുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ചില മരണങ്ങൾ നമുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ഒരുപാട് താമസിച്ചു പോകുന്നത്. എല്ലാവരും ക്ഷമിക്കണം. മരണവാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മോടൊപ്പം കൂടാം, സബ്സ്ക്രൈബ് ചെയ്യാം. ഒട്ടനേകം മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. ഇവർക്ക് വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. അപ്രതീക്ഷിതമായ മരണങ്ങളാണ് ഈ അടുത്തായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരണത്തിന് പ്രായം ഒരു വിഷയമേ അല്ല. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാണ് പെട്ടെന്ന് പൊടുന്നനെ മരണപ്പെട്ടു പോകുന്നത്. നമ്മളോട് പറയുമ്പോൾ നമുക്ക് വിശ്വാസം വരാത്ത മരണം. എന്തേ അവർ മരണപ്പെട്ടോ എന്നാണ് നമ്മൾ ചോദിക്കുക. പെട്ടെന്ന് പള്ളിയിൽ നിന്നും വിളിച്ചു പറയാണ് ഇന്നാൾ മരണപ്പെട്ടു എന്ന്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കഴിഞ്ഞു, ആ മനുഷ്യൻ്റെ ജീവിതം ഈ ലോകത്ത് നിന്നും കഴിഞ്ഞു. മരിക്കുന്ന നേരത്ത് നല്ലൊരു സ്ഥലത്ത് വെച്ച് ഈമാനോടുകൂടി മരിക്കാൻ എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ. വളരെ വേദനിപ്പിക്കുന്ന, നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത 3 മരണവിവരമാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോയ മരണമാണ് ഇതൊക്കെ. 7 വയസ്സുള്ള ഈ പൊന്നുമോളുടെ മരണം. എത്രയോ വയസ്സ്? വെറും 7 വയസ്സ് മാത്രം. മരണപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂർ പരിങ്ങാം പാറപ്പുറത്ത് അഷറഫ് സമീറ ദമ്പതികളുടെ മകൾ സൈനബയാണ് മരണപ്പെട്ടത്. വെറും 7 വയസ്സ് മാത്രം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഇന്നലെ രാത്രിയായിരുന്നു മരണപ്പെട്ടത്. ഖബറടക്കം ഇന്ന് ഞായറാഴ്ച 9 മണിയോടെ പരിങ്ങോം ജുമാ മസ്ജിദ് ഖബർസ്ഥാനയിൽ ഖബറടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ചെറിയ മോളാണ്. മരണകാരണം എന്താണെന്ന് നമുക്ക് വ്യക്തമാക്കിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ മരണത്തിനും പടച്ചറബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ. കാരണങ്ങളില്ലാതെ ആരും മരണപ്പെട്ടിട്ടുമില്ല. അതിൽ ചില കാരണങ്ങളാണ് നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിക്കുന്നത്. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷെ മരണ കാരണങ്ങളാണ് വ്യത്യസ്തത. ചില ആളുകളുടെ ചില മരണങ്ങൾ നമ്മളെ ഏറെ വേദനിപ്പിച്ചേക്കാം. നമ്മളെ ഏറെ വേദനിപ്പിച്ചായിരിക്കും അവർ നമ്മളെ വിട്ട് വിട പറഞ്ഞിട്ടുണ്ടാവുക. അത് ചിലരുടെ മരണ കാരണങ്ങളാണ്. മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കാരണങ്ങളെ മാറുന്നുള്ളൂ. പടച്ചറബ്ബ് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നല്ലൊരു മരണം ഈമാനോടുകൂടി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും പടച്ചറബ്ബ് നൽകുമാറാകട്ടെ ആമീൻ. പ്രിയപ്പെട്ടവരെ, ഈ മോൾക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. പിന്നെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും വാർത്തകളിലൂടെ ഈ ഒരു 40 വയസ്സുകാരിയായ ഉമ്മയുടെ മരണം. അപ്രതീക്ഷിതമായ മരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത മരണം. ഒരു സൂചനകളുമില്ലാത്ത മരണം. ഒരു രോഗവുമില്ലാതെ മരണം. ഞാൻ പറഞ്ഞില്ലേ, പല കാരണങ്ങളാണ് മരണത്തിന്. ഇത് സംഭവിച്ചിരിക്കുന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട് നിന്നാണ് ഈ ഒരു സങ്കടപ്പെടുത്തുന്ന വാർത്തകൾ നമ്മുടെയൊക്കെ മുന്നിലെത്തിയത്. എല്ലാവരും ഞെട്ടിച്ച ഈ ഒരു വാർത്ത. പലയിടങ്ങളിലായി ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥ വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ പടച്ചറബിൻ്റെ വിധി എന്നോർത്ത് സമാധാനിക്കേണ്ടി വരും. ഇന്നലെ ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടെയാണ് ഇത് സംഭവിച്ചത്. ഇന്നലെ നല്ല ഇടിയും മഴയും കാറ്റുമായിരുന്നു. ഇടിമിന്നലേറ്റാണ് പുല്ലാളൂർ പറപ്പാറ ചെരച്ചോറ മീത്തൽ വീട്ടിൽ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ സുനീറയാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആ ചെയ്യണം. 40 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അപ്രതീക്ഷിതമായ മരണം ആ നാടിനെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. പലയിടങ്ങളിലും ഇന്നലെ നല്ല കാറ്റും മഴയും ഇടിയുമായിരുന്നു. അതുപോലെ കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ പല ഭാഗങ്ങളിലായും ശക്തമായ കാറ്റും മഴയും ഇടിയുമായിരുന്നു.
ഈ സമയം സുനീറ ഇന്നലെ വീടിൻ്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി വന്ന ഒരു മിന്നൽ സുനീറയ്ക്ക് ഏൽക്കുന്നത്. അതാണ് മരണകാരണം. മിന്നലേറ്റ് മരണപ്പെട്ടു. പലയിടങ്ങളിലും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. മേഘങ്ങൾ ശാന്തമായി നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് മിന്നലുകൾ വരുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം. വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനുള്ളത്, ഇത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ഒരു കുട്ടിയുടേതാണ്. ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഏറെ വേദനയായിപ്പോയി. വിടരുന്നതിന് മുമ്പ് കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് 7 വയസ്സുകാരിയുടെ മരണം. ദേ ഇപ്പോൾ ഞാൻ പറയുന്നത് 21 വയസ്സുകാരിയുടെ മരണമാണ്. കൽപ്പറ്റ തുർക്കി ബസാറിൽ താമസിക്കുന്ന OT നൗഷാദിൻ്റെ മകൾ കരുവാരക്കുണ്ടിലെ സാബിത്തിൻ്റെ ഭാര്യയുമായ ഷന യാസ്മീനാണ് മരണപ്പെട്ടത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മരണകാരണമായി പറയുന്നത്, ഭർത്താവിൻ്റെ വീടായ കരുവാരക്കുണ്ടിൽ വെച്ച് ഈ കുട്ടി വീണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു അത്രേ. അതാണ് ഒരു മരണകാരണമായി നമുക്ക് ആ വാർത്തയിൽ അറിയാൻ കഴിഞ്ഞത്. ഏറെ വേദനയായത് 4 മാസം പ്രായമുള്ള ഒരു മകനും ഉണ്ടായിരുന്നു അത്രേ. ആ മക്കളെ പടച്ചറബ് തന്നെ സംരക്ഷിക്കുമാറാകട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നോക്കുക. എന്നും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ദേഷ്യവും വൈരാഗ്യവും ഒക്കെ നമ്മുടെ മനസ്സിൽ നിന്നും കളഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാൻ നോക്കുക. ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അവസാനം നമ്മളൊക്കെ ഖേദിക്കേണ്ടി വരും. ദേഷ്യവും വിദ്വേഷവും കൊണ്ട് നമുക്ക് ഈ ദുനിയാവിൽ നിന്നൊന്നും നേടിയെടുക്കാനില്ല. അങ്ങ് പടച്ചറബിലേക്ക് മടങ്ങുമ്പോൾ ഈ ദുനിയാവിൽ നിന്നും നല്ലതെല്ലാം സമ്പാദിച്ചു കൊണ്ടായിരിക്കണം പടച്ചറബിലേക്ക് മടങ്ങാൻ. അതിന് പടച്ചറബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ചറബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവ്വമാക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ റബ്ബേ. സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. മഹഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. പടുത്ത റബ്ബേ, ചെറിയ മക്കളാണ് റബ്ബേ മരണപ്പെട്ടു പോകുന്നത്. അവരുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ആ മരണപ്പെട്ട മക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബേ. പടുത്ത റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള പൊടുന്നനെയുള്ള മരണത്തെ തൊട്ട് നമ്മളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. ആരോഗ്യം കൊടുക്കണേ റബ്ബേ. പടുത്ത റബ്ബേ, കീറി മുറിഞ്ഞുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഒരുപാട് പേര് പലവിധ മാറാ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് റബ്ബേ. ഇതുപോലത്തെ രോഗത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ നീ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കേവർക്കും നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.